കേട്ടതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഇൻഫർമേഷൻ അല്ല. വിശ്വാസം എന്ന് പറയുന്നത് ഒരു ഇൻഫർമേഷൻ അല്ല. അത് ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പാണ്. ഇപ്പൊ നമ്മള് ആ കൊച്ചൊക്കെ പറയുന്നത് പോലെ ഓരോ കാര്യങ്ങൾ പറയുന്നു, അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയുന്ന, അതാണ് ശരിക്കും വിശ്വാസം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മള് കുറെ തത്വങ്ങള് കാണാതെ പഠിക്കുകയോ അല്ലെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുന്ന ഒരു സംഗതി അല്ല വിശ്വാസം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ വിശ്വാസം എന്ന് പറയുന്ന റിലേഷൻഷിപ്പ്, അത് ദൈവവുമായിട്ടുള്ള വ്യക്തിബന്ധത്തെയാണ് ശരിക്കും വിശ്വാസം എന്ന് പറയുന്നത്. കാരണം ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ആ, ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിത്വൈക ദൈവത്തിന്റെ രൂപത്തിലും സാദൃശ്യത്തിലുമാണ് നമ്മളെ സൃഷ്ടിച്ചത്. അവരുടെ രൂപം സാദൃശ്യം എന്ന് പറയുന്നത് മൂന്ന് വ്യക്തികളാണെങ്കിലും ഒന്നായിരിക്കുന്ന കമ്മ്യൂണിയൻ, അല്ലെങ്കിൽ അവരുടെ ഐക്യം. അപ്പൊ അതേ ഐക്യത്തിലാണ് നമ്മളെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ആ ഐക്യം തകർക്കാനാണ് ആദിമാതാപിതാക്കളുടെ പാപം മൂലം തിന്മ പ്രവർത്തിച്ചത്. അങ്ങനെയാണ് ആ ഐക്യത്തിൽ നിന്നും, ദൈവത്തിൽ നിന്നും, മനുഷ്യരിൽ നിന്നും, സഹോദരനിൽ നിന്നും എല്ലാം അവർ പുറത്താകുന്നത്. ഏതേൻ തോട്ടത്തിൽ നിന്നൊക്കെ പുറത്താകും. എന്നിട്ട് നമ്മുടെ തലയ്ക്കകത്ത് ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റുമോ? ദൈവം ഉണ്ടോ? ദൈവം എങ്ങനെയായിരിക്കുന്നത്? അതിങ്ങനെ ഇതിങ്ങനെ ഇങ്ങനെ കുറെ ചിന്തകൾ കൊണ്ട് നിറയ്ക്കാനായിട്ട് നോക്കുവാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വിശ്വാസം എന്ന് പറയുന്നത് ഒരു ഇൻഫർമേഷൻ വെച്ച് ഇങ്ങനെ വായിച്ച് കാണാതെ, ബൈബിള് കാണാതെ പഠിച്ച് ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന്, അല്ലെങ്കിൽ അതിനുള്ള ഉത്തരങ്ങൾ കണ്ടുപിടിച്ച്, അതല്ല ശരിക്ക് പറഞ്ഞ വിശ്വാസം എന്ന്. വിശ്വാസം എന്ന് പറയുന്നത് ഈശോയുമായിട്ടുള്ള വ്യക്തിബന്ധമാണ്. അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 8-ാം വചനം ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്: ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവൻ അവിടുന്ന് നിൽക്കുവിൻ, ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. അതായത് ഇതാണ് ശരിക്കും പറഞ്ഞാൽ വിശ്വാസം പറഞ്ഞത്, ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ദൈവത്തോട് ചേർന്ന് നിന്നാൽ ദൈവം നമ്മളോടും ചേർന്ന് നിൽക്കും. അതിനായിട്ടാണ് നമ്മളിങ്ങനെ അശുദ്ധികളെല്ലാം ഒഴിവാക്കുക. കാരണം ദൈവം പരിശുദ്ധനായതുകൊണ്ട് നമ്മൾ പരിശുദ്ധരായിരിക്കണം. അങ്ങനെ ഇതെല്ലാം ഒഴിവാക്കണം. മറ്റ് പാപമേഖലകൾ, മറ്റ് ബന്ധങ്ങൾ, മറ്റ് ദൈവത്തെ നമ്മളിൽ നിന്നും അകറ്റുന്ന വിധത്തിലുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പിന്നീട് അവസാനം പൗലോസ്ലീഹയ്ക്ക് പറഞ്ഞതുപോലെ നമുക്കും പറയാൻ പറ്റും, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് എല്ലാം മനസ്സിലാക്കിയിട്ട് ശേഷമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ, അല്ലെ എല്ലാം മനസ്സിലാക്കിയിട്ട് ശേഷമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ, അല്ലെ എല്ലാം മനസ്സിലായതിനു ശേഷമേ ഞാൻ പ്രവർത്തിക്കുകയുള്ളൂ എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ശബ്ദമല്ല. അത് തിന്മയെ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. കാരണം ദൈവം നമുക്ക് സ്നേഹം തന്നു, റിലേഷൻ തന്നു, ബന്ധം സ്ഥാപിക്കുവാനുള്ള കഴിവ് തന്നിരിക്കുന്നു, മറ്റുള്ളവരുമായി ബന്ധം സ്ഥാപിക്കുക. അതുകൊണ്ടാണല്ലോ പാപം ചെയ്യുമ്പം നമ്മുടെ 4 ബന്ധങ്ങൾ മുറിയപ്പെടുന്നു എന്നാണ് പറയുന്നത്. നമ്മളോടുള്ള തന്നെ ബന്ധം മുറിയുന്നു, സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം മുറിയുന്നു, പ്രകൃതിയായിട്ടുള്ള ബന്ധം മുറിയുന്നു, ദൈവമായിട്ടുള്ള ബന്ധം മുറിയുന്നു. കുമ്പസാരിച്ച് കഴിയുമ്പോൾ ഈ 4 ബന്ധങ്ങളും റീസ്റ്റോർ ചെയ്യപ്പെടും, വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടുകയാണ്. നമുക്ക് പാപം ചെയ്ത് മുറിയപ്പെട്ട നമ്മളോട് നമുക്ക് തന്നെ ബന്ധം തിരിച്ചു കിട്ടുന്നു, സഹോദരങ്ങളോടുള്ള ബന്ധം തിരിച്ചു കിട്ടുന്നു, നമ്മുടെ സഭയോട്, നമ്മുടെ പ്രകൃതിയോട് എല്ലാം ബന്ധം തിരിച്ചു കിട്ടുന്നു. ഇതൊക്കെയാണ് ഒരു കാലഘട്ടത്തിൽ നമ്മൾ പറയല്ലേ, നമ്മൾ ഒരു സ്ഥലത്ത് വെച്ച് പാപം ചെയ്യപ്പെട്ട സ്ഥലം ആ പാപത്തിന്റെ ഫലമായിട്ട് തന്നെ പാപപങ്കിലമാകും. അതുകൊണ്ടാണ് നമ്മൾ മേടിക്കുന്ന വീടായാലും സ്ഥലമായാലും വസ്തുക്കളും എല്ലാം വെഞ്ചരിക്കുന്നത്. സഭ വെഞ്ചരിച്ച് അത് ദൈവത്തിന്റെ നാമത്തിൽ വെഞ്ചരിച്ച് ദൈവത്തിന് സമർപ്പിക്കും. അതാണ് ഈ വെഞ്ചരിപ്പ് കർമ്മം എല്ലാം നമ്മുടെ ജീവിതത്തിൽ സഭ നൽകുന്നത്. അല്ലാതെ അച്ഛന്മാർക്ക് പൈസ കിട്ടാൻ വേണ്ടിയുള്ളതല്ലത്. കാരണം ആദിമാതാപിതാക്കള് പാപം ചെയ്തപ്പോൾ ആ ഭൂമി, അവർക്ക് അനുകൂലമായിരുന്ന ഭൂമി കല്ലും മുള്ളും ഉണ്ടാക്കാൻ തുടങ്ങി. ആ ഭൂമിയായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് പാപം ചെയ്യുമ്പോൾ. ആരെയും കാണാതെ റൂമിൽ ഒളിച്ചിരുന്ന് നമ്മൾ പാപം ചെയ്യുമ്പോഴും നമ്മുടെ പാപം വഴിയായി നമ്മളും മലിനമാകുന്നുണ്ട്. നമ്മൾ ഇപ്പം പറഞ്ഞ നമ്മൾ കട്ടിലേ ഇരുന്ന് പാപം ചെയ്യണം, ആ കട്ടിലും മലിനമാകുന്നുണ്ട് നമ്മുടെ പാപം മൂലം. ആ ബന്ധം, അതാണ് ഈ ബന്ധം എന്ന് പറയുന്നത്. അപ്പം വിശ്വാസം എന്ന് പറയുന്നത് എല്ലാം മനസ്സിലാക്കി നമ്മൾ അത് ദൈവത്തിൽ ആമേൻ പറയുന്നതിന് അല്ല.
ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധത്തിനാണ് വിശ്വാസം. അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനത്തിലൂടെ ഈശോ നമ്മളെ പഠിപ്പിച്ചത്, നീ എന്നോട് ചേർന്ന് നിന്നാൽ ഞാൻ നിന്നോടും ചേർന്ന് നിൽക്കും. ദൈവം ചേർന്ന് നിൽക്കുന്ന ഒരു ജനത. അതാണല്ലോ ഇസ്രായേൽ ജനത്തെക്കുറിച്ച് 40 കൊല്ലം അവര് വിജനദേശത്തൂടെ നടന്നപ്പോൾ അവരെ കാണുന്നവരെല്ലാം ഭയപ്പെട്ടതിന് കാരണം എന്താണ്? ദൈവം കൂടെയുള്ള ഒരു ജനത എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ദൈവം കൂടെയുള്ള ഒരു വ്യക്തിയായി ഞാനും നീയും മാറും. എവിടെ? ഈശോയുമായിട്ട് നമ്മൾ വ്യക്തിബന്ധം സ്ഥാപിക്കുമ്പോൾ. അതിന്റെ അർത്ഥം എന്താ? എല്ലാ ദിവസവും നമ്മള് അല്ലെങ്കിൽ ഞായറാഴ്ച നമ്മൾ കുർബാനയ്ക്ക് പോകുന്നു, പിന്നെ അടുത്ത ഞായറാഴ്ച പോകുന്നു. അതുവരെ ഈശോയോട് ഒരു വാക്ക് പറച്ചിലോ മിണ്ടാനോ ഒന്നുമില്ലെങ്കിൽ നമ്മൾ, അതായത് ഒരു കുടുംബത്തിൽ ഒരു കൂരയ്ക്ക് കീഴിൽ അപ്പനും അമ്മയും മക്കളും താമസിക്കുന്നു, പക്ഷെ ഒന്നും മിണ്ടുന്നില്ലെങ്കിൽ എങ്ങനെയായിരിക്കും? അതേ അവസ്ഥ തന്നെയായിരിക്കും. നമ്മൾ എന്നും ദൈവവുമായിട്ട് സംസാരിച്ച്, നമ്മൾക്കറിയാലോ നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പിൽ എത്രയോ സംസാരിക്കുന്നോ അത്രയും കൂടും. ഇപ്പം ആശിഷും മറ്റൊരും പറഞ്ഞു, നിങ്ങളിതിൽ ക്യാമറ ഓൺ ചെയ്യുക, സംസാരിക്കുക, ശാന്തമായിട്ട് ഇരുന്നിരുന്നിരുന്നിരുന്ന് അവസാനം നമ്മൾ ഇങ്ങനെ ഇരുന്ന് അങ്ങ് അവസാനിക്കും. നമ്മൾ സംസാരിക്കുമ്പം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് എത്ര ഫോൺ വിളിക്കുന്ന, അത് ഏറ്റവും കൂടുതൽ ഫോൺ വിളിക്കുക അല്ലെ സംസാരിക്കുകയും നമ്മൾ അവരുമായിട്ട് സമ്പർക്കവും ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാ? ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള, ഏറ്റവും കൂടുതൽ നമുക്ക് ബന്ധമുള്ളവർ. ആ ഒരു തലത്തിലേക്ക് നമ്മുടെ വിശ്വാസം വളരണം, ഈശോയുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുന്ന വിധത്തിൽ. അതുകൊണ്ടാണ് നമ്മുടെ കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് CCCയുടെ 2565 പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നത്, ഈ പ്രയർ ഈസ് ദ ലിവിങ് റിലേഷൻഷിപ്പ് ഓഫ് ദ ചിൽഡ്രൻ ഓഫ് ഗോഡ് വിത്ത് ദെയർ ഫാദർ. പ്രയർ ഈസ് ദ ലിവിങ് റിലേഷൻഷിപ്പ് ഓഫ് ദ ചിൽഡ്രൻ ഓഫ് ഗോഡ് വിത്ത് ദെയർ ഫാദർ. അതായത് പിതാവുമായിട്ടുള്ള നമ്മുടെ ജീവിക്കുന്ന ബന്ധമാണ്, ഒരു മകളുടെ ബന്ധമാണ് ശരിക്കും പ്രാർത്ഥന എന്ന് പറയും. അപ്പൊ എന്താണ്? നമ്മൾ രാവിലെ കേൾക്കുമ്പോൾ ഗുഡ് മോർണിംഗ് ജീസസ്, ഇന്നത്തെ എൻ്റെ കാര്യങ്ങൾ ഇന്നൊക്കെയാണ്, അതൊക്കെ എങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല, അല്ലെങ്കിൽ അത് ഇങ്ങനെ ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കേൾക്കുന്നത് നമ്മൾ വി ആർ ഹാവിങ് എ ഡിസ്കഷൻ. നമ്മൾ ദൈവവുമായിട്ടൊരു സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ്. എന്തൊക്കെയാണത്? എനിക്ക് ഇന്ന പ്ലാനുണ്ട്, ഞാൻ ഏറ്റു. ഇപ്പം ആശിഷ് പറഞ്ഞില്ല, ഒന്നും പറയാനില്ല, ഒരു ജീസസ് ഐ ലവ് യു എന്ന് പറയാൻ പറഞ്ഞതുപോലെ കേൾക്കുമ്പോൾ ഒരു ഗുഡ് മോർണിംഗ് ജീസസ്. എന്നോട് ഞാൻ ഇവിടെയുള്ള ഒരു അച്ഛൻ്റെ അടുത്ത്, ഒരു ഗിഫ്റ്റഡ് ആയ ഒരു അച്ഛൻ്റെ അടുത്ത് എനിക്ക് കുമ്പസാരിക്കാൻ പോയി. കുമ്പസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് കുമ്പിട്ട് നിന്നിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഒരു ബ്ലെസ്സിങ് തരാമോ? അപ്പം അച്ഛൻ ബ്ലെസ്സിങ് തരുന്ന, അച്ഛന് ഗിഫ്റ്റ് ഉള്ള ആളാന്ന് വെച്ചാൽ ഗിഫ്റ്റ് ഓഫ് വിഷൻ ഉള്ള ആളാണ്. അപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ഒരു ഇത് പറഞ്ഞു, എടാ നീ പള്ളിയിൽ കയറുമ്പം ഒന്ന് ചിരിക്കാൻ ഈശോ പറയുന്നുണ്ട്. അതായത് ഈശോ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, വളരെ സിമ്പിളായിട്ട് കയറുമ്പം മിനിമം ഒന്ന് ചിരിക്കാനോ, എന്നും ഈ പ്രശ്നങ്ങളും ഇതെല്ലാം പറയാതെ വല്ലപ്പോഴും ഒന്ന് ചിരിച്ചു കാണിക്കുന്ന എന്നെ എന്ന് ഈശോ നേരിട്ട് അത് പറഞ്ഞു. അതെനിക്ക് ഭയങ്കര ഒരു ഐ ഓപ്പണിങ് ആയിപ്പോയി. അതുകൊണ്ട് എപ്പോൾ ഞാൻ കയറിയ ചുമ്മാ ഇങ്ങനെ ഇളിച്ചാലും ഒന്ന് കാണിച്ചിട്ട് നമ്മൾ പള്ളിയിൽ കയറുമ്പോൾ, കാരണം അതാ പറഞ്ഞ ദൈവം അത്രയും ഒരു ഹ്യൂമൻ പോലെ തന്നെയാണ് നമ്മളോട് വരിക. എനിക്കത് ഭയങ്കരമായിട്ട് ഞാനതുകൊണ്ടാണ് പറയുന്നത്, എപ്പോഴും ഹാപ്പി ആയിരിക്കണം, ദൈവം നമ്മളെ സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയാണ്. ഇതൊക്കെയാണ് റിലേഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഒരു പ്രാർത്ഥന. ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവമായിട്ട് സംസാരിക്കാൻ, നമ്മുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും, ഇതാണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ പ്രയർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ദൈവസന്നിധിയിൽ പോയി ഒന്ന് ചിരിച്ചു കാണിക്കുമ്പോൾ ഒരുത്തിനും ഒന്നും പറയുമൊന്നുമില്ല. ഓ ഇവന് പ്രാർത്ഥന കൂടുതലല്ല, ഇവള് പ്രാർത്ഥന കൂടുതലാന്ന് പറയാൻ പറ്റില്ല, നമ്മളെല്ലാം പറയുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ നമ്മൾ ഹൃദയം കൊണ്ട് ദൈവമായിട്ട് അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നു. ഹൃദയങ്ങൾ പരിശോധിക്കുന്നവനാണല്ലോ, വായുടെ സ്വരത്തിന്റെ മാധുര്യങ്ങൾക്ക് അനുസരിച്ചല്ല ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്. ഹൃദയങ്ങൾ പരിശോധിക്കുന്നവനാ. അപ്പം നമ്മൾ ഉള്ളു തുറന്നൊരു പുഞ്ചിരി നൽകിയാൽ അതുപോരെ നമ്മുടെ സ്നേഹിക്കുന്നവർക്ക്? അതുപോലെ നമ്മളെ സ്നേഹിക്കുന്ന ഈശോയ്ക്ക്? അപ്പം നിങ്ങളെയും കാണുമ്പോൾ ഈശോ ഇതിന് മിനിമം പള്ളി കയറുമ്പോൾ ഒന്ന് ചിരിക്കുകയും ചെയ്യുക.
എന്നോട് പറഞ്ഞ കാര്യം നിങ്ങളോട് ഞാൻ പറയും. മിനിമം പള്ളി കയറുമ്പോൾ സക്രാരി ഇരിക്കുന്ന ഈശോയെ ഒന്ന് ചിരിച്ചു കാണിക്കുക. എന്നും ഈ പ്രശ്നങ്ങൾ തന്നെ പറയാതെ ദൈവത്തിന് ഒരു റെസ്റ്റ് കൊടുക്ക്. നമുക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം എല്ലാം അവൻ തരും. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. ഞാനിപ്പോ എനിക്ക് അതുകൊണ്ട് തന്നെ ഇത് എപ്പോഴൊക്കെ ഓർമ്മ വരുന്നു അപ്പോഴെല്ലാം പള്ളി കയറി ഞാനൊക്കെ അച്ഛനായതുകൊണ്ട് പിന്നെ പള്ളിയിൽ തന്നെ താമസിക്കുന്നത്. ഇത് ഈ ഡോറിന്റെ അപ്പുറമാണ് പള്ളി. അതുകൊണ്ട് നമുക്ക് എപ്പോഴും പള്ളി പോകാനുള്ള ആക്സസിബിലിറ്റി ഉണ്ട്. അപ്പൊ എന്ത് കാര്യത്തിന് ഞാൻ പോയാലും വാതിലൊന്ന് തുറന്ന് ഇന്ന കാര്യത്തിന് ഞാൻ പോകുന്നു, ഇന്നതിന് പോകുന്നു. വില കുറച്ച് കിട്ടിയാൽ അത്രയും അക്കൗണ്ട് എഴുതാൻ എളുപ്പമുണ്ട്. വില കൂടിപ്പോയാൽ പൈസ നീ ഒപ്പിച്ചു തന്നോണ്ട്. കാരണം നമ്മുടെ ഇല്ല, ദൈവത്തിനും അറിയാം എന്ന് പറഞ്ഞാൽ അതാണ് ബന്ധം എന്ന് പറയുന്നത്. ദൈവം അത് ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ ഈശോ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആ വൈദികനിലൂടെ നീ ഒന്ന് ചിരിക്കുന്നു പറയേണ്ട കാര്യമുണ്ടോ? ദൈവത്തിന് ഇതൊന്നും അറിയത്തില്ലാഞ്ഞിട്ടല്ല. നമ്മൾ പറയുന്നതിനപ്പുറം തന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട്. പക്ഷേ നമ്മൾ ആ വ്യക്തി ഇപ്പൊ ഞാൻ പറഞ്ഞ നമ്മളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മുടെ കുടുംബത്തിൽ എന്നാ നടക്കുന്ന, അല്ല നമ്മുടെ ജീവിതത്തിൽ എന്നാ നടക്കുന്നതെന്ന് അറിയാം. എങ്കിൽ പോലും നീ ഒന്ന് പറഞ്ഞില്ലല്ലോടോ, നിനക്ക് എന്നോടൊന്ന് പറയായിരുന്നു എന്ന് പറയല്ലേ നമ്മുടെ ഫ്രണ്ട്സ്. ഇതന്നെ ഈശോ പറയുന്നത്. നിനക്കൊന്ന് പറയാൻ മേലേ? എനിക്കറിയാം, പക്ഷെ എന്നാലും നിനക്കൊന്ന് വാ തുറന്ന് പറഞ്ഞാ തന്നെ, നിനക്കൊന്ന് ചിരിച്ചാ തന്നെ, നിനക്കെന്നോടൊന്ന് മിണ്ടിയാ തന്നെ. എന്നും നമ്മളിങ്ങനെ അടച്ചു പൂട്ടി ഈശോയെ എല്ലാം ഭദ്രമായിട്ട് തിരിയും കത്തിച്ച് നല്ല പുകയൊക്കെ അടിപ്പിച്ച് നല്ല ഇങ്ങനെ വെച്ചോണ്ടിരിക്കാതെ വല്ലപ്പോഴും ഒക്കെ നമ്മുടെ ആ ഈശോയെ ആ ചൂടിൽ നിന്നും മാറ്റി നമ്മുടെ സ്നേഹിക്കുന്ന ഹൃദയത്തിലേക്കൊന്ന് വിളിക്കും. വല്ലപ്പോഴൊക്കെ നമ്മളോട് കൂടെ നമ്മുടെ ചുറ്റും ഇങ്ങനെയൊക്കെ ഒന്ന് ഇറക്കി നമ്മുടെ കൂടെയൊക്കെ നടത്തും. ഒരു ഈവനിങ് വാക്ക്, അല്ലെ മോർണിംഗ് വാക്ക്, അല്ലെങ്കിൽ ദൈവത്തിന്റെ കൂടെ ഒരു യാത്ര. ഇതൊക്കെ ചെയ്യുമ്പോഴല്ലേ നമ്മൾ ഇതാകുന്നേ. ഞാനൊരു തമാശ രൂപേ പറഞ്ഞാലും എപ്പോഴും ഈ ബന്ധത്തിലായിരിക്കുക എന്നുള്ളതാണ് വിശ്വാസം എന്നുള്ളതെന്ന് മനസ്സിലാക്കുക. അങ്ങനെ ബന്ധത്തിലായിരിക്കുമ്പം നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളും നമ്മൾ എന്നുവെച്ചാൽ തെറ്റായ പ്രവണതകളെല്ലാം നമ്മളിൽ നിന്ന് കുറയും. നമ്മുടെ ജീവിതങ്ങളിൽ നമ്മൾ ബലം പിടിച്ച് ഒഴിവാക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മളിൽ നിന്ന് മാറും. കാരണം നമ്മുടെ കൂടെ ഒരാളുണ്ട്. നമ്മളെപ്പോഴാണ് ഈ ഉടായ്പെല്ലാം കാണിക്കുന്നത്? നമ്മൾ തന്നെ വീട്ടിലുള്ളപ്പോഴല്ലേ. ആ സ്ഥാനത്ത് വീട്ടിൽ നമ്മുടെ കൂടെ ഒരു ഫ്രണ്ട്സ് നമ്മുടെ മുറിയിലുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യൂ? അല്ലെങ്കിൽ നമ്മുടെ അപ്പനും അമ്മയും വീട്ടിലുള്ളപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റൂ? അപ്പൊ എപ്പോഴും നമ്മുടെ കൂടെ ഈശോ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ? നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കപ്പെടാത്ത പല പ്രശ്നങ്ങൾക്കും പരിഹാരം വരും ഓട്ടോമാറ്റിക് ആയിട്ട്. കാരണം ഈശോ പറയുന്നത്, നീ എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ നിന്റെ അടുത്തുണ്ട്. നമ്മുടെ അടുത്ത് ഈശോ ഉണ്ടെങ്കിൽ അവിടെ തിന്മയ്ക്കും സാധിക്കത്തില്ല, പാപത്തിന് അവിടെ ഉണ്ടാകാൻ പറ്റത്തില്ല. അതിന്റെ റിസൾട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങ് വരുന്നതാണ്. അതുകൊണ്ട് വിശ്വാസം എന്ന് പറയുന്നത്, പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ അപ്പനോടുള്ള സംഭാഷണമാണ്, ബന്ധമാണ്.